തിരുവനന്തപുരം ലോ അക്കാദമിക്ക് മുന്നിലെ വിദ്യാർത്ഥി സമരം ഇന്ന് 20ാം ദിവസത്തിലേക്ക് കടന്നു. പ്രിൻസിപ്പലിനെ മാറ്റാതെ സമരത്തിൽ നിന്ന് പിന്മാറില്ലെന്ന ഉറച്ച നിലപാടിലാണ് വിദ്യാർത്ഥികൾ. ആവശ്യമുന്നയിച്ച് ഇന്ന് വിദ്യാർത്ഥികൾ ഗവർണറെ കാണും. അതേസമയം ലക്ഷ്മി നായരെ പരീക്ഷാ നടപടികളിൽ നിന്ന് ഡീബാർ ചെയ്ത സിൻഡിക്കേറ്റിന്റെ ശുപാർശ ഇന്ന് സർക്കാരിന് കൈമാറിയേക്കും. ലോ അക്കാദമിയിലെ സമരം 20ാം ദിവസത്തിലേക്ക് കടക്കുന്ന പശ്ചാത്തലത്തിൽ സമരം കൂടുതൽ ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് വിദ്യാർത്ഥി സംഘടനകൾ. സംസ്ഥാന നേതാക്കളടക്കം തലസ്ഥാനത്ത് കേന്ദ്രീകരിച്ചുകൊണ്ട് സമരം രൂക്ഷമാക്കാനാണ് സംഘടനകളുടെ തീരുമാനം. പ്രിൻസിപ്പൽ രാജിവെക്കും വരെ സമരം തുടരുമെന്നും അതിൽ കുറഞ്ഞൊരു ഒത്തുതീർപ്പിനും തയ്യാറല്ലെന്നും വിദ്യാർത്ഥികൾ ഏകകണ്ഠമായി പറയുന്നു. ലക്ഷ്മി നായർക്കെതിരായ നടപടി ശുപാർശ ചെയ്ത സിൻഡിക്കേറ്റിന്റെ റിപ്പോർട്ട് ഇന്ന് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിലെത്തിക്കും. എന്നാൽ ഇന്ന് മറ്റൊരാവശ്യത്തിനായി ദില്ലിയിലേക്ക് പോകുന്ന വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥ് ഇന്ന് രാത്രിയോ നാളെ രാവിലെയോ മാത്രമേ തിരികെ എത്തൂ. അതിനാൽ തന്നെ ഇന്ന് ഔദ്യോഗികമായ ചർച്ചകൾ നടക്കാൻ സാധ്യതയില്ല. പ്രിൻസിപ്പലിനെ മാറ്റേണ്ടതില്ലെന്ന് തീരുമാനിച്ചതിനാൽ ഇന്ന് മാനേജ് ചേരാൻ സാധ്യതയില്ല. എന്നാൽ അനൌദ്യോഗികമായ കൂടിയാലോചനകൾ നടക്കാൻ സാധ്യതയുമുണ്ട്. ലോ അക്കാദമി വിഷയത്തിൽ വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന് മാനേജ്മെന്റും വിദ്യാർത്ഥികളും പറയുന്നതോടെ സ്ഥിതിഗതികൾ കൂടുതൽ സ്ഫോടനാത്മകമാവുകയാണ്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.